രാജ്യം ഇളക്കിമറിച്ച രണ്ട് പത്രസമ്മേളനം. രാജ്യം ഉറ്റുനോക്കുന്ന വാർത്താ സമ്മേളനം വരാനിരിക്കുന്നു. ബീഹാറിന്റെ ഗ്രാമാന്തരങ്ങളിൽ ഒരു കെടാവിളക്കായി ഇപ്പോഴും ജ്വലിച്ചു നിൽക്കുന്നു. ആരാണ് ആരുടേതാണ് എന്നല്ലേ? സാക്ഷാൽ രാഹുൽ ഗാന്ധി, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, കോൺഗ്രസിന്റെ അനിഷേധ്യ മുഖം. രാഹുൽ ഗാന്ധി വോട്ട് ചോരിയുമായി ബന്ധപ്പെട്ട നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിനെയും വരപ്പിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. ആദ്യമൊന്നും തന്നെ രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി പറഞ്ഞിരുന്നില്ല. പിന്നീട് അഴകുഴമ്പൻ നിലപാടുമായി അവർക്ക് രംഗത്ത് വരേണ്ടി വന്നു. കൂടാതെ പ്രധാനമന്ത്രിയോ മറ്റ് BJP നേതാക്കളോ ഈ വിഷയത്തിൽ മറുപടി പറയാനും തയ്യാറായില്ല. എന്നാൽ ഇപ്പോൾ നിർണായകമായ ഒരു തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. അതായത് ഒരാളുടെ വോട്ടർ പട്ടികയിൽ നിന്ന് പുറന്തള്ളണമെങ്കിൽ അയാളുടെ സൈൻ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഇലക്ട്രോണിക് സൈൻ വേണമെന്ന് നിർബന്ധമാക്കാൻ പോവുകയാണ്. ഇത് രാഹുൽ ഗാന്ധിയുടെ വിജയമാണ്. ഇലക്ട്രോണിക് സൈൻ വേണമെന്ന് നിർബന്ധമാക്കിയാൽ BJP-കാരനും സംഘപരിവാറുകാരനും ഇനി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരുടെ വോട്ട് തള്ളിക്കാൻ കഴിയില്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. ഇത് തന്നെയാണ് കോൺഗ്രസും പറയുന്നത്. കാരണം രാജ്യത്തിന്റെ അധികാരം ഉപയോഗിച്ച് രാജ്യത്തിന്റെ അധികാര സ്ഥാനത്തിരിക്കുന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പദവും രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാനുള്ള അധികാരമുണ്ടെന്ന് കരുതി ജനാധിപത്യത്തെ അട്ടിമറിക്കാൻ BJP-യോ സംഘപരിവാറോ നരേന്ദ്രമോദിയോ അമിത്ഷായോ ആര് തന്നെ ശ്രമിച്ചാലും പ്രതിരോധത്തിന്റെയും പ്രതിഷേധത്തിന്റെയും പ്രതികരണത്തിന്റെയും പടയണി തീർക്കാൻ തെരുവീതികളിൽ രാഹുൽ ഗാന്ധി ഉണ്ടാകും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് തർക്കം വേണ്ട. കാരണം കോൺഗ്രസിനാണ് ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം. അതുകൊണ്ട് കോൺഗ്രസ് അല്ലാതെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അതിന് കഴിയില്ല എന്ന തിരിച്ചറിവ് ബോധം രാഹുൽ ഗാന്ധിക്കുണ്ട്. രാഹുൽ ഗാന്ധി പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ 2 വാർത്താ സമ്മേളനങ്ങളാണ് രാജ്യ തലസ്ഥാനത്ത് നടത്തിയത്. കൃത്യമായി അവസാനത്തെ മാധ്യമ പ്രവർത്തകനും ചോദിക്കാനുള്ള ചോദ്യത്തിന് ഉത്തരം നൽകിയതിനു ശേഷമാണ് രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനത്തിൽ നിന്നും കഴിഞ്ഞ് മടങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇത്തരത്തിൽ ടെലിപ്രോംപ്റ്ററിന്റെ അകമ്പടിയില്ലാതെ ഒരു വാർത്താ സമ്മേളനം നടത്താൻ കഴിയുമോ? കഴിയില്ല എന്ന് മാത്രമല്ല, ഒരു മാധ്യമ പ്രവർത്തകന്റെ ചോദ്യങ്ങളോട് പോലും മറുപടി പറയാൻ കഴിയാതെ അദ്ദേഹം വിയർക്കുന്നത് നമ്മൾക്ക് കാണേണ്ടി വരും. ഇതാണ് രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള വ്യത്യാസം. ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമാണത്. കാരണം രാഹുൽ ഗാന്ധി ജീവിക്കുന്നത് ഈ ജനങ്ങളുടെ മനസ്സിനകത്താണ്, ഈ നാട്ടിലെ. നരേന്ദ്രമോദി ജീവിക്കുന്നത് ഈ നാട്ടിലെ ഇന്ത്യ രാജ്യത്തെ കൊള്ളയടിക്കാൻ ശ്രമിക്കുന്ന കോർപ്പറേറ്റ് കുത്തക മുതലാളിമാരുടെ മനസ്സിന്റെ അകത്തളങ്ങളിലാണ്. അതുകൊണ്ടാണ് രാഹുൽ ഗാന്ധിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള വ്യത്യാസം ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമാണെന്ന് പറഞ്ഞു വെക്കുന്നത്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയാതെ അദ്ദേഹം വിയർക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇനിയും ചോദ്യങ്ങൾ വരാനിരിക്കുന്നു. വോട്ട് മോഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കും അല്ലെങ്കിൽ അതിന്റെ ഉത്തരങ്ങൾക്കൊന്നും പരിസമാപ്തി കുറിച്ചിട്ടില്ല. വാരണാസി മണ്ഡലത്തിലെ വിജയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുടെ ഡാറ്റ ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഡാറ്റ പുറത്തുവിടും. അതിനുശേഷം വലിയ ചോദ്യങ്ങൾ ഉണ്ടാകും. വലിയ ഉത്തരം നിങ്ങൾ പറയേണ്ടി വരും. നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയില്ല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേ രാഹുൽ ഗാന്ധി ഇരിക്കും. രാഹുൽ ഗാന്ധി മാത്രമല്ല, കാശ്മീർ മുതൽ കന്യാകുമാരി വരെ, ലഡാക്ക് മുതൽ ലക്ഷദ്വീപ് വരെ, നാഗപ്പൂർ മുതൽ നാഗാലാൻഡ് വരെ, ആസാം മുതൽ ആൻഡമാൻ വരെ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയുടെ മുക്കിലും മൂലയിലും ചർക്കാങ്കിത ത്രിവർണ്ണ പതാക കയ്യിലേന്തിക്കൊണ്ട് കോൺഗ്രസിന്റെ ചെറുപ്പക്കാർ, കോൺഗ്രസിന്റെ പ്രവർത്തകർ വലിയ സമരവുമായി രംഗത്തുണ്ടാകും. കാരണം ഈ രാജ്യത്തിന്റെ ജനാധിപത്യം അട്ടിമറിക്കുന്നത് നോക്കി നിൽക്കാൻ കോൺഗ്രസിന് കഴിയില്ല. ഈ രാജ്യത്തിന്റെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നത് നോക്കി നിൽക്കാൻ കോൺഗ്രസിന് കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിക്ക് പിന്തുണ പ്രഖ്യാപിച്ച കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ ക്യാമ്പയിനുകൾ രാജ്യത്താകമാനം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഹൈഡ്രജൻ ബോംബുമായി വരുമ്പോൾ അതിന് പിന്തുണ നൽകേണ്ട ബാധ്യത ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ഉണ്ട് എന്ന് അവൻ സ്വയം തിരിച്ചറിയുന്നത്. വരാനിരിക്കുന്ന ദിവസം നരേന്ദ്രമോദിയുടെ ഉറക്കം കെടുത്തുന്ന ദിവസമായിരിക്കും. വരാനിരിക്കുന്ന ദിവസം കേന്ദ്രത്തിലെ BJP നേതൃത്വത്തിന്റെ ഉറക്കമില്ലാത്ത രാവുകളായിരിക്കും. കാരണം സന്ധിയില്ലാ സമരവുമായി സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ ഇന്ത്യയുടെ 6 അടി മണ്ണിൽ ഒരു വാഴനാര് പോലും ആയുധമായി എടുക്കാതെ, ഒരു ഏറുപടക്കം പോലും കയ്യിലെടുക്കാതെ, ഒരു പിച്ചാക്കത്തി പോലും കയ്യിലെടുക്കാതെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ആട്ടിയോടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വോട്ട് മോഷണത്തിലൂടെ അധികാരത്തിലേറിയ നരേന്ദ്രമോദിയെയും സംഘപരിവാറിനെയും കേന്ദ്ര സർക്കാരിനെയും താഴെയിറക്കാൻ ഇന്ത്യ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ചർക്കാങ്കിത ത്രിവർണ്ണ പതാകയ്ക്ക് കീഴിൽ അണിനിരത്തിക്കൊണ്ട് വലിയ പ്രക്ഷോഭം നയിച്ചാൽ കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. കൂടുതൽ തെളിവുകളുമായി രാഹുൽ ഗാന്ധി വരും. അതുവരെ നമുക്ക് കാത്തിരിക്കാം.